ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ഇപ്പോൾ ഞാനില്ലേ സ്കിൻ മെഡിസിൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉള്ളൊരു സബ്സ്ക്രൈബർ എനിക്കൊരു മെസ്സേജ് ഇട്ട്, ബിജി അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ മുഖവും കണ്ണിൻ്റെ അവിടെയൊക്കെ അല്ലേ, ഏത് ക്രീമാണെങ്കിലും ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നിവിയ ക്രീമോ എന്തെങ്കിലും ക്രീമിൻ്റെ കൂടെ അതൊരിച്ചിരി എടുത്തിട്ട് എന്നോട് മിക്സ് ചെയ്യും. ചിലപ്പം ചിലർക്കൊക്കെ ഡ്രൈ ആയിട്ട് വരും, അങ്ങനെയൊക്കെ. ഞാൻ ഓൾറെഡി ഇപ്പം 4-5 ദിവസമായി ഞാൻ പറഞ്ഞ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇനിയും ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യാമെന്ന് വെച്ച്. ശരിയാ, ആദ്യമൊക്കെ നമ്മളങ്ങ് ഭയങ്കര ഇതായിട്ടൊക്കെ ചെയ്യും, പിന്നെ എല്ലാം തടയുക തന്നെ. എനിക്ക് ഈ കണ്ണിൻ്റെ ഇവിടോട്ട് ഒരു ഇത് വന്നായിരുന്നു. അപ്പോൾ എനിക്കത് ചൊറിച്ചിൽ പോലെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ ക്രീം തേച്ച് കഴിഞ്ഞ് ഞാനൊരു ഇച്ചിണീ എടുക്കത്തുള്ളൂ. തേച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അങ്ങ് സെറ്റാകും, അങ്ങ് അതങ്ങ് വെള്ളം പോലെ ആവും. അതുകൊണ്ട് ഇട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഫാനിൻ്റെ കീഴിൽ നമ്മളിരിക്കണം. അല്ലാതെ അത് ഇട്ടിട്ട് പോയി ജോലി ചെയ്യുവാണെങ്കിൽ ഇട്ട് കുറച്ച് നേരം ഞാൻ ഫാനിൻ്റെ കീഴിൽ ഇരിക്കും, എന്നിട്ടും കുറച്ച് നേരം കിച്ചണിൽ പോയി നിൽക്കുമ്പോഴത്തേക്കിനും അത് ഇങ്ങനെ ആവും. എന്തോടാ പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താഴെ പോണോ എനിക്ക്? ഇവനെ താഴെ പോട്ടെ എന്നും പറഞ്ഞ് ഞാൻ പറയാം, എന്നാൽ പോന്നു, ഇത്ര മണിക്ക് വരണമെന്ന് പറയും. പിന്നെ പ്രൈസം പോയാൽ പിന്നെ പ്രൈസിൻ്റെ പൊടി പോലും കാണില്ല കണ്ടുപിടിക്കാൻ. പിന്നെ ആരെങ്കിലും താഴെ പോകണം. 10 മണിയൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ജനലിൽ നിന്ന് പ്രൈസോ എങ്ങനെ നീ വരും, എങ്ങനെ വരും എന്നും അല്ലെങ്കിൽ പോള് പോകണം. ഇങ്ങനെ ഞാൻ പറഞ്ഞ ആടത്തേലും വാച്ച്മാരുടെ അടുത്തോ ആടത്തേലും ആദ്യമൊക്കെ വാച്ച് കെട്ടിക്കൊണ്ട് പോകുമായിരുന്നു, എന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. കൂടുള്ള പിള്ളേർ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ അവനവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവനെ വിടാത്തത്. നമ്മൾ പിന്നെ പുറകെ നടക്കണം, അവനെ വിളിക്കും. ഈ ജനലിൻ്റെ അവിടെ നിന്ന് ഞാൻ പ്രൈസോ എന്ന് വിളിച്ചാലും പ്രൈസം കേൾക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വിടാത്ത. ഫോട്ടോയെന്ന് ചോദിക്കുമോ? ഞാൻ പറഞ്ഞു ഇപ്പം മണി 6:45. ഓക്കെ, അപ്പോൾ ഇവർക്കൊന്നും ടിഫിൻ കൊണ്ടുപോകണ്ടല്ലേ. അപ്പോൾ അല്ലെങ്കിലും ഇവർ ടിഫിൻ കൊണ്ടുപോകുന്ന ദിവസം എന്തെങ്കിലും പാസ്ത ഉണ്ടാക്കുവാണെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി ടിഫിൻ കൊടുത്തു വിടണം. പാസ്തയൊക്കെ ചൂടോടെ കഴിക്കുന്നത് നല്ലത്. പിന്നെ ചുരുക്കം ചില ദിവസം പ്രൈസം പറയാം എനിക്കിത് മതിയെന്ന് പറയുവാണെങ്കിൽ ഞാൻ കൊടുത്തു വിടത്തുള്ളൂ. അപ്പം പിള്ളേർ പ്രൈസമോൻ ഇനി 3-ാം തീയതി സ്കൂൾ തുറക്കത്തുള്ളൂ. പോൾമോൻ 2-3 ദിവസത്തെ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്നങ്ങ് പാസ്ത ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ ഇച്ചിരി പച്ചക്കറികളൊക്കെ ആദ്യം പച്ചക്കറികൾ ചേർക്കുന്നില്ലെന്ന് പറഞ്ഞിരുന്നിയാണ്, കാരണം അരിഞ്ഞു വെച്ചില്ലായിരുന്നു. അപ്പോൾ രാവിലെ പെട്ടെന്നെല്ലാം ചെയ്യാമെന്നുള്ള രീതിയിൽ വന്നിട്ട് പിന്നെ പോൾമോൻ പറഞ്ഞു, മമ്മി പച്ചക്കറി ഒന്നും ഇടുന്നില്ലയോ എന്ന് ചോദിച്ചു. പിന്നെ അങ്ങനെയാണ് ഞാൻ സവാള മാത്രം ഇട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ്. അവന് ഉദ്ദേശിച്ച പച്ചക്കറി ക്യാപ്സിക്കം ആയിരുന്നു. പിന്നെ അങ്ങനെയാണ് ഞാൻ ഇച്ചിരി ബീൻസും ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് ചേർത്ത്, ഇച്ചിരി കാബേജും ബീൻസും ക്യാരറ്റും എല്ലാം കൂടെ. എന്നിട്ട് ഞാൻ എല്ലാം ഇച്ചിരിച്ച പൊടികൾ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത്, 1.5 ടീസ്പൂണോളം ഇത് ചേർത്ത്, പിന്നെ ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യും. ഇന്ന് മയോണൈസ് ഇതുവരെയും വാങ്ങിച്ചില്ല. അപ്പോൾ നമ്മൾ ജിയോ മാർട്ടിൽ 1-2 പ്രാവശ്യം പറഞ്ഞ് നമ്മളല്ലാതെ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ വലിയ പൗച്ചില്ല, കുഞ്ഞ് ട്യൂബ് പോലുള്ള അതേ ഉള്ളൂ. അത് നമുക്ക് നഷ്ടവുമാണ്, അതിലൊട്ട് ക്വാണ്ടിറ്റി ഇല്ല. അപ്പം ഡിമാർട്ടിൽ പോകാൻ സമയം കിട്ടിയില്ല ഇതുവരെ. ജിയോ മാർട്ടിൽ 2 പ്രാവശ്യം ഓർഡർ ചെയ്ത് 2 പ്രാവശ്യം അത് ക്യാൻസലായി, എന്താണെന്നറിയത്തില്ല. മയോണൈസ് കൂടി ഇച്ചിരി ഇടുന്നുടനെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചിരി മയോണൈസ് ഇല്ലാത്തത് കൊണ്ട് ഒരു ഇച്ചിരി മൊസറല്ല ചീസ് ഉണ്ടായിരുന്നു, അത് ഇടാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ ഇതിച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചൊരു വിസിലടിച്ചെടുക്കട്ടെ. പാസ്ത കണ്ടാണ് ഇവന്മാർ പറഞ്ഞ്, വൈറ്റ് പാസ്ത ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന്. ഞാൻ പറഞ്ഞു, വേണ്ട, വൈറ്റ് പാസ്ത കൊള്ളത്തില്ല, എനിക്ക് ഇച്ചിരി ഈ എരിവുള്ളതിനാ, ഇച്ചിരി ഈ മസാലയൊക്കെ ചേർന്ന് അതാ എനിക്കിഷ്ടം. എനിക്ക് ആ വൈറ്റ് പാസ്ത എനിക്കിഷ്ടമല്ല. പിള്ളേർ ഈ വെറുമ്പാൽ കുടിക്കാത്തതുകൊണ്ട് ഇച്ചിരി കോഫി പൗഡർ ഇട്ടിട്ട് കോഫിയായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്ക് അങ്ങനെയും നമുക്ക് ചായയും.
ഞാൻ പോയിരുന്നപ്പോഴാണ് ഓർത്തത് ഇന്നലത്തെ മീനിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ കിളിമീനാണ്. അപ്പോൾ ഒരു കമൻറ്റ് വന്നു കിളിമീൻ പീര പറ്റിക്കുമോന്ന്. അത് കുഞ്ഞതായിരുന്നു, പിന്നെ വറുത്താലും അത് ഒരു ചിണിയുള്ളു. നമ്മൾ കുഞ്ഞു മീനുകൾ ഏതാണേലും ഞാൻ പീര പറ്റിക്കാറുണ്ട്. ഞാൻ തോരൻ എന്ന് പറയുമ്പോൾ ഞാൻ പീരയെന്ന് ഞാൻ ഇങ്ങോട്ട് വായി വന്നില്ല. കിളിമീനാന്നേലും ഈ കുഴിയാളയുണ്ടല്ലേ, നമ്മൾ കുഴിയാളയെന്ന് പറയും, അതിൻ്റെ കുഞ്ഞതൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ അതൊക്കെ തോരൻ വയ്ക്കും. കുഞ്ഞത് ഏതാന്ന് വെച്ചാൽ അതങ്ങ് തോരൻ വെക്കും. അയലക്കുഞ്ഞ് വരെ ഞാൻ വെച്ചിട്ടുണ്ട്. അയലയുടെ ചെറിയ കുഞ്ഞ് കിട്ടുന്നതന്നെ അതും തോരൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ല തോരൻ വെച്ചാൽ നല്ലതാണ്. നമ്മുടെ ഇതിൽ മാന്തകളുണ്ടല്ലോ, മാന്തകൾ അറിയാമോ? മാന്തകളിന് എന്തുവാ പറയുന്നത്, അതും ഒരു കുഞ്ഞു മീനാണ്. അതിൻ്റെയൊക്കെ കൂട്ടിയിരിക്കും ഇതും തോരൻ വെച്ചാൽ. കുഞ്ഞതായിരുന്നു, കണ്ടില്ലേ, അത് കുഞ്ഞതായിരുന്നു, അതുകൊണ്ടാണ് തോരൻ വെച്ചത്. നല്ല ചെയ്തു നോക്ക് കേട്ടോ. ഇത്രയും എനിക്ക് കമൻറ്റിൽ എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അപ്പോൾ പച്ചക്കറി അങ്ങനെയല്ലായിരുന്നു, അങ്ങനെ അർജൻറ്റ് 1-2 പച്ചക്കറി വാങ്ങിച്ചാൽ അതിൻ്റെ അകത്ത് കാബേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നാൽ കാബേജ് എടുക്കാമെന്നും പറഞ്ഞൊന്ന് എടുത്തത്. നമ്മളിങ്ങനെ ഈ ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ കുഴപ്പം, നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ അവർ ഇതെല്ലാം പൊളിച്ചിട്ടാണ് വെക്കുന്നത്. ഇല്ല, പണ്ടുള്ളവർ പറയുന്ന പോലെ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞതുപോലെ ഈ ഒരു കാബേജ് പൊളിച്ച് ലാസ്റ്റ് കിട്ടിയതാണ്ട് ഇത്രയാണ്. അത് നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവർ ഇതിൻ്റെ പുറത്തെ എല്ലാം തൊലികൾ കുറച്ചൊക്കെ കളഞ്ഞിട്ടാണ് അവിടെ വെക്കുന്നത്. പക്ഷേ ഇത് നമ്മളിങ്ങനെ ഓർഡർ ചെയ്താൽ പിന്നെ അർജൻറ്റിന് പിന്നെ എന്തോ ചെയ്യും, അതുകൊണ്ട് ഞങ്ങളങ്ങ് ഓർഡർ ചെയ്തതാണ് അർജൻറ്റ്. അപ്പോൾ പാസ്തയൊക്കെ ഞാൻ കുറച്ച് വിസിലൊക്കെ തുറന്ന് വിട്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി മൊസറല്ല ചീസുണ്ട്. അപ്പോൾ എനിക്ക് ഈ ചീസിൻ്റെയും ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. നിങ്ങൾ എനിക്ക് പിന്നെ ചുമ്മാ പറയാമെന്ന്, സത്യം എനിക്ക് ഈ ചീസും അത്ര ഇഷ്ടമല്ല. ഈ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചീസ്. അപ്പം ഞാൻ ഇച്ചിരി മൊസറല്ല ചീസ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മയോണൈസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ചീസിൻ്റെ കൂട്ട് നല്ലൊരു ഇതായിരുന്നത്, നല്ല സ്ലൈമി ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തായിരുന്നു. ഞാൻ ചായ കുടിക്കാൻ എടുത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇത് കഴിക്കാൻ നേരം ചായ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ എല്ലാവർക്കും ചൂടോടെ ഇതങ്ങ് കൊടുക്കാമെന്ന് വെച്ചു. പാസ്തയൊക്കെ ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ ചീസ് കൂടെ ഇട്ടാൽ പിന്നെ പറയേണ്ട, തണുത്ത് ഇട്ട് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഞാൻ കൊടുത്ത് ഇനി ഞാനൂടെ എടുത്തിട്ട് ഞാൻ അകത്ത് പോയിരുന്ന് കഴിക്കട്ടെ. കറി വെക്കുന്നത് ദാല് കറിയാണ്. അപ്പോൾ അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിലിച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കട്ടെ. ചന്തയിൽ പോയിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നോ? കരിയാപ്പലയൊക്കെ നോക്കട്ടെ. കരിയാപ്പല, പ്രസിഡന്റ് ഷെഞ്ചിക്കാത്ത കരിയാപ്പല. നല്ല ഫ്രഷാണ്. മീനെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അതിനി വെക്കാം. അത് അവിടോട്ടിട്ട് ഇപ്പം വാഷിംഗ് 3:45. റീച്ച ഓഫീസിൽ പോയിണേ, പ്രൈസനെയും കൊണ്ട് പോയി ചപ്പാത്തിയും വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് കരിയാപ്പിലയും കൂടെ വാങ്ങിച്ചു കൊടുത്ത് വിടണേന്ന് പറഞ്ഞു. അപ്പം പ്രൈസ മോന് കറിവേപ്പിലയും വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. നല്ല മണമുള്ള കറിവേപ്പില. ഞാൻ പറഞ്ഞില്ല, ചപ്പാത്തി ആൻറ്റിയുടെ അടുത്തൊരു പച്ചക്കറിക്കാരി ആൻറ്റി ഉണ്ട്, അവരുടെ നല്ല കറിവേപ്പിലയാണ്. പാത്രങ്ങളെല്ലാം കഴുകി വെള്ളം തിളപ്പിച്ചു. ഇപ്പം വെള്ളം കൂടുതൽ തിളപ്പിക്കണം. രാത്രിയിലും തിളപ്പിച്ചിട്ട് എല്ലാ ബോട്ടിലുകളിലും എക്സ്ട്രാ ബോട്ടിലുകളിലും നിറച്ച് വെച്ചു, അല്ലെങ്കിൽ ചൂടൊക്കത്തില്ലല്ലോ. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ളത് കൊണ്ടും ചൂടായതുകൊണ്ടും വെള്ളം ഭയങ്കരമായിട്ട് 2-3 ചേരുവ. എപ്പോഴും എന്നും 2 അനത്തും വലുതും ചെറുതും. ഇപ്പം 3-4 അനത്തേണ്ടി വരും. കറി ഒഴിക്കാൻ എന്നും മോര് കറി, തൈരും അല്ലേലും ഇല്ല, മോരും തീർന്നു. ഇന്നലത്തെ കറി
എനിക്കും അതൊരബദ്ധം പറ്റിയതല്ലേ. അത്ര അങ്ങോട്ട് ആർക്കും അങ്ങനെ ഇഷ്ടമാവില്ല. അത് ഞാൻ പിന്നെ ഇടയ്ക്കെടുത്ത് ഉപയോഗിക്കണം, അതേ ഉള്ളൂ. അതുകൊണ്ടൊരു ഡാള് കറി വയ്ക്കാമെന്ന് വെച്ചു. ഞങ്ങൾക്ക് മൊബൈൽ കൊടുക്കാനുണ്ട്. അത് താൻ കളിക്കുമോ നോക്കട്ടെ എന്ന്. നീ ബച്ച അല്ലാതെ വലുതായോ? നിനക്കും കളിക്കാം അതൊക്കെ. കൊച്ചുങ്ങൾക്കല്ല കളിക്കാവുന്ന. ഇത് കളിക്കാനേ പറ. മൊബൈൽ എടുക്കാതെ ഇതൊക്കെ കളിച്ചോണ്ടിരുന്ന ഇത്തിരി തല വർക്കാവും. അവൻ്റെ വീഡിയോ എടുത്തന്നെ അവൻ പറയുക, മമ്മി വീഡിയോ എടുക്കല്ലേ, ആൻറ്റിമാർ പറയും ഞാൻ എന്തോ പൊടി കുഞ്ഞാന്നോ ഇരുന്നിങ്ങനെ കളിക്കാനെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ നിനക്ക് കളിക്കുന്നതിന് കുഴപ്പമില്ല, മൊബൈലിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് കളിക്കുന്നതാന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരിവിടെ ഒരു അബദ്ധം പറ്റുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൻ്റെ വോളിയം ഒന്ന് കുറച്ചേരെ, കാരണം കുക്കറിൻ്റെ ഒരു സൗണ്ട് വരുന്നുണ്ട്. അതിൻ്റെ എന്തോ പറ്റിയതാണെന്ന് ഞാൻ പറയാമേ. ഞാൻ തീ കുറച്ചിട്ടേക്കുമായിരുന്നു. പ്രഷർ വന്ന് നിൽക്കുമായിട്ട് വിസിൽ മുട്ടാനായിട്ട്. ഞാൻ ആ കലപ്പയിലൊന്ന് തട്ടിയപ്പോഴത്തേക്കിന് അപ്പുറത്ത് പ്രഷർ ചാടി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആ ഡാളിൻ്റെ ഫ്ലെയിം ഞാൻ ഒത്തിരി അങ്ങ് കുറച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രഷർ ഇങ്ങനെ വന്നിങ്ങനെ അങ്ങ് നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ അരി ഇടാനായിട്ട് ആ കലത്തേൽ ആ പാത്രം ഒന്ന് മുട്ടിപ്പോയി. അപ്പോൾ ആ കലത്തെ മുട്ടിയപ്പോഴത്തേക്കിന് അപ്പുറത്തെ കുക്കറിൻ്റെ അകത്തുനിന്ന് പ്രഷർ അങ്ങ് ഞാനും പേടിച്ച് പോയെന്നുള്ള ഭയങ്കര ഒരു സൗണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ലാസ്റ്റിലത്തെ സൗണ്ടാണ് നിങ്ങളെ കേൾപ്പിച്ചത്. കാബേജൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുത്തായിരുന്നു. എന്നിട്ട് ഞാനിപ്പം സവാളയും തേങ്ങയൊക്കെ ഒന്ന് വഴറ്റി. അപ്പം ഞാൻ ഈ കാബേജിൻ്റെ അകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും സ്വല്പം ഉപ്പും ഇട്ട് നന്നായി ഒന്ന് ഞെവിടിയിട്ടാണ് ഇന്ന് ചേർക്കുന്നത്. സാധാരണ ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഉപ്പ് ചേർക്കണ്ടായിരുന്നു. ഉപ്പ് ചേർക്കുന്ന ഉടനെ ഇതിൽ നിന്നൊക്കെ അങ്ങ് വെള്ളം പെട്ടെന്ന് വിടും. അപ്പോൾ ഞാൻ നേരത്തെയൊക്കെ നമുക്ക് അരിയുമ്പം കാബേജ് വെള്ളമുള്ള കാബേജ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം നമ്മൾ ആ വെള്ളം അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഗുണമെല്ലാം പോകുമെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ അതിൻ്റെ അകത്ത് ഈ കുഴഞ്ഞിരിക്കത്തില്ല. ഹൈ ഫ്ലെയിമിൽ ചെയ്താലും കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് ഇച്ചിരി ഉപ്പിട്ട് ഞെവിടി നമ്മളങ്ങനെ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ആ കാബേജിലെ വെള്ളമെല്ലാം മാറ്റിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്കത് നല്ല അലന്നലന്ന് കിടക്കുന്ന കാബേജ് ഉണ്ടാക്കി എടുക്കാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ അറിയാതെ അങ്ങ് ഉപ്പൂടെ അങ്ങ് ഇട്ടിട്ട് ഞെവിടി വെച്ചപ്പം ഇത്തിരി വെള്ളം അതിൽ നിന്ന് ഇറങ്ങി ഒത്തിരി താമസിച്ചത് റെഡിയാവാനായിട്ട്. അപ്പം ഞാൻ മീനൊന്ന് വെട്ടിയെടുത്തായിരുന്നു. അയലയായിരുന്നു അത്. ഒത്തിരി വലിയതൊന്നും അല്ലായിരുന്നു. ഞാൻ അതിൻ്റെ കണ്ണും തലയൊക്കെ അങ്ങ് കളഞ്ഞിട്ട് അങ്ങ് മുഴുവനെ ഇങ്ങനെ വരഞ്ഞിട്ട് മുഴുവനെ അങ്ങ് ഉണ്ടാക്കുമായിരുന്നു, ഇട്ടേക്കുമായിരുന്നു. ഒത്തിരി വലിയതാണെങ്കിൽ പീസാക്കും. അപ്പോൾ മസാലയെല്ലാം ഒന്ന് മൂത്ത് ഇന്നെന്തോ മൈൻഡ് ശരിക്കല്ലായിരുന്നു ഇന്നെൻ്റെ വർക്ക് ചെയ്തത്. ഇത്തിരി മുളക് പൊടി, പക്ഷേ എരിവില്ലായിരുന്നു. കാരണം കാശ്മീരി ആയതുകൊണ്ട് അധികം എരിവില്ല. പക്ഷേ അത്രയും മീൻ ഇത്രയും മുളക് പൊടി വേണ്ടായിരുന്നു. ഇത്തിരി മുളക് പൊടി കൂടിപ്പോയി. അതുകൊണ്ടാണ് ഇതിങ്ങനെ അങ്ങനെ കുറുകി അങ്ങിരിക്കുന്നത്. മീൻ കുറവായിരുന്നു. നിങ്ങൾക്കെങ്ങാണോ ഇങ്ങനെ മറവിയോ ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ടോ? മീൻകറിയുടെ കാര്യം പറയാം. കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ UK-ന്ന് വാട്സപ്പിൽ ചോദിച്ചു, ചേച്ചി ഞാനൊരു കടലക്കറിയും ഗ്രീൻ പീസും കൂടെ ഇട്ടില്ലായിരുന്നോ, അതിൻ്റെ റെസിപ്പി സെപ്പറേറ്റ് ഉണ്ടോയെന്ന്. പക്ഷെ ഞാനത് നോക്കിയിട്ട് ഞാനും അത് നോക്കി വ്ളോഗിൽ ഏതോ വ്ളോഗിലായിരുന്നു ഞാൻ ഇട്ടത്. അപ്പം അതിൻ്റെ സെപ്പറേറ്റ് ഉണ്ടോയെന്നാണ് ചോദിച്ചത്. ഞാൻ പിന്നെ സെപ്പറേറ്റ് ഉണ്ടോ എനിക്ക് നോക്കിയിട്ട് ഞാനും കണ്ടില്ല. അപ്പം ഞാൻ പിന്നെ അതിൻ്റെ റെസിപ്പി പറഞ്ഞു കൊടുത്ത്. അവൾ കണ്ടായിരുന്നു വ്ളോഗിൽ ഇങ്ങനെ. പക്ഷേ അന്നേരം പിന്നെ അത് വീണ്ടും സെർച്ച് ചെയ്ത് നോക്കണേ ഏത് വീഡിയോയിലാണെന്ന് മനസ്സിലാവുന്നില്ല. കടല വെള്ളത്തിൽ ഇട്ടിട്ടാണ് ചോദിച്ചത് എങ്ങനെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണെന്നുള്ളത്. ഈ മീൻ കറി കപ്പയ്ക്ക് നല്ലതായിരുന്നു. അതുപോലുള്ള എരിവില്ലെങ്കിൽ ഇത്തിരി നല്ല കുറുകിയ ചാറോടുകൂടിയുള്ളതായിരുന്നു. അപ്പോൾ മീനൊക്കെ അടപ്പത്ത് വെച്ചിട്ട് തുണിയായിട്ട് കുറച്ച് നേരം ആയായിരുന്നു. പിന്നെ അത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് പിന്നെ തുണിയൊക്കെ വിരിച്ചിട്ട് വരുമ്പോൾ അത് വറ്റിയിരിക്കും. പിന്നെ അത് വറ്റി പിന്നെ അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ ഡാളിനൂടെ കടുക് വറുത്തി ചേർക്കണം.
എനിക്ക് തുമരപ്പരിപ്പിട്ട് വെക്കുന്നതിനേക്കായി എനിക്ക് നമ്മുടെ വടത്തുമര ഇട്ട് ഡാൾ വെക്കത്തില്ലേ, ഇച്ചിരി തേങ്ങയൊക്കെ അരച്ച്, അതെനിക്കിഷ്ടമാണ്. ആ വടത്തുമരയുടെ ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. അപ്പോൾ മീൻകറിയും വറ്റിയായിരുന്നു, ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഡാളിനും കടുക് വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതായാലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കോട്ടോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.